ലോകരാജ്യങ്ങളെ തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മെരുക്കി നിർത്താൻ അമേരിക്ക പ്രയോഗിക്കുന്ന ഒരു വജ്രായുധമുണ്ട്. ലോകത്തെ നിശബ്ദമായി വിറപ്പിക്കുന്ന ആ അദൃശ്യ ആയുധത്തിന്റെ പേരാണ് സ്വിഫ്റ്റ്. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു തുള്ളി ചോര പൊടിയാതെ ഒരു ജനതയെ മുഴുവൻ സാമ്പത്തികമായി പട്ടിണിക്കിടാൻ ശേഷിയുള്ള അമേരിക്കയുടെ ഏറ്റവും മൂർച്ചയേറിയ സാമ്പത്തിക ആയുധം. റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഈ വാക്കായിരുന്നു. റഷ്യയെ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് സാമ്പത്തിക രംഗത്തെ ഒരു ആണവായുധ പ്രയോഗമാണെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്വിഫ്റ്റ് സിസ്റ്റം? കേവലം ബാങ്കുകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ലോക വൻ ശക്തികളുടെ ഒഴുക്കിനെ പോലും മാറ്റിമറിക്കുന്ന ആഗോള രാഷ്ട്രീയ ആയുധമായി മാറിയത്? അമേരിക്ക കെട്ടിപ്പടുത്ത ഈ സാമ്പത്തിക ചക്രവ്യൂഹത്തെ തകർക്കാൻ ചൈനയും റഷ്യയും ഭാരതവും അടങ്ങുന്ന രാജ്യങ്ങൾ നടത്തുന്ന അണിയറ നീക്കങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര പണമിടപാടുകളുടെയും ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെയും ഈ നിശബ്ദ യുദ്ധത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പലരും വിചാരിക്കുന്നത് സ്വിഫ്റ്റ് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ പണം നേരിട്ട് കൈമാറുന്ന ഒരു വലിയ ബാങ്ക് ആണെന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റായ ധാരണ. യഥാർത്ഥത്തിൽ സ്വിഫ്റ്റ് എന്നത് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇതൊരു ബാങ്ക് അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ബാങ്കുകൾക്ക് പരസ്പരം അതീവ സുരക്ഷിതമായി ആശയവിനിമയം നടത്താനുള്ള ഒരു ആഗോള സന്ദേശവാഹക ശൃംഖല മാത്രമാണ്. 1973 ബെൽജിയം ആസ്ഥാനമായി ഈ സംവിധാനം രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് ടെലക്സ് പോലുള്ള വളരെ പതുക്കെയുള്ള സംവിധാനങ്ങളായിരുന്നു ബാങ്കുകൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്വിഫ്റ്റ് വന്നതോടെ കഥ മാറി. ഇന്ന് ലോകത്തെ 200-ലധികം രാജ്യങ്ങളിലായി 11,000-ലധികം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഈ ഒരൊറ്റ ശൃംഖലയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന ദശലക്ഷക്കണക്കിന് ഇടപാടുകളാണ് ഇതിലൂടെ നടക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഒരു ബാങ്കിൽ നിന്ന് വിദേശത്തുള്ള ഒരാൾക്ക് പണം അയക്കുമ്പോൾ പണം നേരിട്ട് പറന്നു പോവുകയല്ല ചെയ്യുന്നത്. പകരം ഞാൻ ഇത്ര പണം നിങ്ങളുടെ ബാങ്കിലെ ഇന്ന ആളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതവിടെ നൽകുക എന്ന കൃത്യമായ നിർദ്ദേശം അടങ്ങിയ ഒരു രഹസ്യ കോഡ് സന്ദേശം സ്വിഫ്റ്റ് വഴി കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ സന്ദേശം ലഭിക്കുന്നതോടെ വിദേശത്തെ ബാങ്ക് ആ ഇടപാട് പൂർത്തിയാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് ഇല്ലാതെ ഇന്നത്തെ ആഗോള വ്യാപാരം പൂർണ്ണമായും അസാധ്യമാണ്. സ്വിഫ്റ്റ് ബെൽജിയം ആസ്ഥാനമായുള്ള ഒരു സ്വതന്ത്ര കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നും രാഷ്ട്രീയത്തിൽ അതിന് പങ്കില്ലെന്നുമാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും ഇതിന്റെ യഥാർത്ഥ നിയന്ത്രണം പരോക്ഷമായി അമേരിക്കയുടെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും കൈകളിലാണ്. എന്തുകൊണ്ടാണ് ഒരു ബെൽജിയം കമ്പനിയിൽ അമേരിക്കയ്ക്ക് ഇത്രയും സ്വാധീനം വരുന്നത്? ഉത്തരം ലളിതമാണ്. ലോക വ്യാപാരത്തിന്റെ സിംഹഭാഗവും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ്. ലോകത്തിന്റെ ഏത് ബാങ്ക് വഴി ഡോളർ ഇടപാട് നടത്തിയാലും അത് അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളെ ഈ സംവിധാനത്തിൽ നിന്ന് വിലക്കാൻ അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരു രാജ്യത്തെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കുക എന്നാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ശ്വാസനാളം അറുത്തുമാറ്റുന്നത് പോലെയാണ്. സ്വിഫ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതോടെ ആ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനോ സ്വന്തം സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് പണം വാങ്ങാനോ കഴിയില്ല. വിദേശത്ത് കിടക്കുന്ന തങ്ങളുടെ സ്വന്തം പണം പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ആ രാജ്യം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഒറ്റപ്പെട്ടു പോകും. അമേരിക്ക ഈ കടുത്ത സാമ്പത്തിക ആയുധം ലോകത്തിന് നേരെ പ്രയോഗിക്കുന്നത് ഇതാദ്യമായല്ല. 2012 ഇറാന്റെ ആണവ പദ്ധതികളെയും തന്ത്രപരമായ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഇറാനെ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയിരുന്നു. അതിന്റെ ഫലം ഭീകരമായിരുന്നു. ഇറാന്റെ പകുതിയിലധികം എണ്ണ വരുമാനമാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. വിദേശ വ്യാപാരം പൂർണ്ണമായും സ്തംഭിച്ചതോടെ രാജ്യം കടുത്ത വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിട്ടു. ഇതേ ആയുധമാണ് റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെയും ഭാഗികമായി പ്രയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ കയറ്റുമതിക്കാരായ റഷ്യയുടെ പ്രധാന ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പുറത്താക്കി. റഷ്യയുടെ വിദേശ നാണയശേഖരങ്ങൾ മരവിപ്പിച്ചു. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ നീക്കങ്ങളിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി: അമേരിക്കയുമായി ഒരു തർക്കമുണ്ടായാൽ ഏത് വൻ ശക്തിയെയും ഒറ്റ രാത്രി കൊണ്ട് സാമ്പത്തികമായി പാപ്പരാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. ഈ തിരിച്ചറിവാണ് ലോകത്തെ മറ്റ് വൻ ശക്തികളെ പുതിയ ചിന്തകളിലേക്ക് നയിച്ചത്. അമേരിക്കയുടെ ഈ ഡോളർ ആധിപത്യത്തിനും സാമ്പത്തിക ബ്ലാക്ക് മെയിലിങ്ങിനും എത്ര കാലം നമ്മൾ കീഴടങ്ങി ജീവിക്കണമെന്ന ചോദ്യം ചൈനയും റഷ്യയും ഭാരതവും അടങ്ങുന്ന രാജ്യങ്ങൾ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി രൂപപ്പെട്ട വലിയൊരു ആഗോള നീക്കമാണ് ഡി ഡോളറൈസേഷൻ അഥവാ
അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നും ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കുക എന്നത്. അമേരിക്കയുടെ സ്വിഫ്റ്റിന് പകരമായി ചൈന തങ്ങളുടേതായ ഒരു ബദൽ സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വികസിപ്പിച്ചിരുന്നു. അതാണ് CIPS, ക്രോസ് ബോർഡർ ഇന്റർബാങ്ക് പേയ്മെന്റ് സിസ്റ്റം. ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് അന്താരാഷ്ട്ര പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനം സഹായിക്കുന്നു. റഷ്യയാകട്ടെ SPFS, സിസ്റ്റം ഫോർ ട്രാൻസ്ഫർ ഫോർ ഫിനാൻഷ്യൽ മെസ്സേജസ് എന്ന പേരിൽ മറ്റൊരു സന്ദേശവാഹക ശൃംഖലയും കെട്ടിപ്പടുത്തു. ഇന്ന് റഷ്യയും ചൈനയും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഭൂരിഭാഗവും ഡോളറിനെയും സ്വിഫ്റ്റിനെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ വഴിയാണ് നടക്കുന്നത്. ഈ സാമ്പത്തിക വിപ്ലവത്തിൽ ഭാരതത്തിന്റെ നീക്കങ്ങളും ലോകം ഉറ്റുനോക്കുകയാണ്. റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോൾ ഭാരതം റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ തയ്യാറായി. എന്നാൽ ഇതിന്റെ പണം ഡോളറിൽ നൽകാൻ കഴിയാത്തത് കൊണ്ട് ഭാരതവും റഷ്യയും ചേർന്ന് റൂബിൾ ഇടപാട് സംവിധാനം ശക്തമാക്കി. കൂടാതെ ഭാരതത്തിന്റെ സ്വന്തം പേയ്മെന്റ് സംവിധാനമായ UPIയും വൺ കാർഡ് സംവിധാനങ്ങളും ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള എണ്ണക്കച്ചവടം ഡോളറിന് പകരം ഇന്ത്യൻ രൂപയിലും UAE ദിർഹത്തിലും നടത്താനുള്ള കരാറുകളിൽ ഭാരതം ഒപ്പുവെച്ചു കഴിഞ്ഞു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മ ഒരു പുതിയ ആഗോള പേയ്മെന്റ് സംവിധാനവും പൊതു കറൻസിയും കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ്. എന്നാൽ സ്വിഫ്റ്റ് എന്ന ഈ മാരകായുധം അമേരിക്ക അമിതമായി ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമോ എന്നൊരു വലിയ ചോദ്യം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. കാരണം ഉപരോധങ്ങളെ ഭയന്ന് ലോകരാജ്യങ്ങളെല്ലാം സ്വിഫ്റ്റിനും ഡോളറിനും ബദലുകൾ കണ്ടെത്താൻ തുടങ്ങിയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനുള്ള ഡിമാൻഡ് വൻതോതിൽ ഇടിയും. ലോകത്തിന്റെ റിസർവ് കറൻസി എന്ന പദവി ഡോളറിന് നഷ്ടമായാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കായിരിക്കും വഴി തുറക്കുക. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സ്വിഫ്റ്റിനെ പോലെ ഇത്രയും വിപുലവും ആഗോളതലത്തിൽ വിശ്വാസ്യത നേടിയതുമായ മറ്റൊരു സംവിധാനമില്ല എന്നത് അമേരിക്കയ്ക്ക് ഇപ്പോഴും വലിയൊരു മേധാവിത്വം തന്നെ നൽകുന്നുണ്ട്. ചൈനയുടെ CIPS ആണെങ്കിലും റഷ്യയുടെ സംവിധാനമാണെങ്കിലും അവയ്ക്ക് ഇപ്പോഴും സ്വിഫ്റ്റിന്റെ അത്രയും ആഗോള സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ചുരുക്കത്തിൽ വരും ദശകങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം അതിർത്തികൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾക്കായിരിക്കില്ല, മറിച്ച് ആഗോള ധനകാര്യ വ്യവസ്ഥയുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഇത്തരം നിശബ്ദ യുദ്ധങ്ങൾക്കായിരിക്കും. കപ്പൽ പാതകൾക്കും പ്രകൃതി വിഭവങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം പോലെ തന്നെ ശക്തമാണ് സ്വിഫ്റ്റും ഡോളറും നിലനിർത്താൻ അമേരിക്കയും അതിനെ തകർക്കാൻ മറ്റ് വൻ ശക്തികളും നടത്തുന്ന ഈ അദൃശ്യ സാമ്പത്തിക യുദ്ധം. സാമ്പത്തിക പരമാധികാരത്തിന്റെ ഈ ആയുധം വരും വർഷങ്ങളിൽ ആരുടെ കൈകളിലാണ് ഭദ്രമാവുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.